ഞാനങ്ങോട്ട് വരുവാന്നേ. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങളോട് രണ്ടുപേരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതെന്ത് കാര്യം അച്ഛാ? അത് പറയുമ്പോ കേട്ടോ. പറയട്ടെ? എനിക്ക് പറയൂ. പറഞ്ഞോട്ടെ. അതിനെന്താ, എന്റെ ഒരേ ഒരു ആഗ്രഹമാണ് ഞാനീ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും പോകുന്ന വഴിക്ക് ഒരു പൂച്ച കുറുകെ ചാടി. അപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നമാകുന്നു. ഡോക്ടറിന്റെ ആശുപത്രി പോകാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. ഞാനിവിടെ നിൽക്കില്ലേ, നിന്ന് കറങ്ങല്ലോ. കാഷ്വാലിറ്റിയിൽ ആരെങ്കിലും വന്നാൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അറിയാലോ. ഡോക്ടർ അതോട്ട് വന്നല്ലേ മഹാദേവ? അവസാനമായിട്ടല്ലോ. അമ്മാവൻ അറിയില്ലേ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്? ഓക്കെ ഓക്കെ മിസ് നന്ദിനി, ഞാൻ പോകുന്നു. നൈസ് മീറ്റിംഗ് യു ഡോക്ടർ. ഓക്കെ ഓക്കെ ഓക്കെ. ഭക്ഷണം വിളമ്പി വെച്ചായിരുന്നു. ഞാൻ കഴിച്ചോളാം. ഞാനിപ്പോ ഏതായാലും വന്നത് നന്നായി. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നന്ദിനിക്ക് ബോധ്യപ്പെടാൻ ഒരു അവസരം കിട്ടിയല്ലോ. ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ആയെന്ന് വെച്ച് നിനക്ക് സെക്കൻഡ് ഷോ ശ്രമിച്ചുകൂടായിരുന്നോ? ഇതാ നിന്റെ കുഴപ്പം. തിയേറ്ററിൽ ചെന്നപ്പോൾ നോട്ടീസും പാട്ടുപുസ്തകവും കിട്ടി, കഥാസാരം പിടികിട്ടി, നന്ദിനിയെ വശത്താക്കാനുള്ള ചില അടവുകൾ പഠിച്ചു. എനിക്ക് നല്ല വിശപ്പ്, അകത്തേന്ന് വല്ലോ കഴിക്കട്ടെ. സാവിത്രി, ആ മേശപ്പുറത്തിരിക്കുന്ന ആഹാരം എടുത്ത് ഫ്രിഡ്ജ് വെച്ചോ. മഹാദേവൻ വരുന്നുണ്ട്, കുറച്ച് കഞ്ഞി വിളമ്പിക്കോ. മുറി മുഴുവനും തിരക്കി. നീ മുറ്റത്തുള്ള കാര്യം ഞാൻ അറിഞ്ഞു. എന്താ? എടി, നിന്നെ വിളിച്ചപ്പോ ഞാനാ ഫോൺ എടുത്തേ. എന്റെ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരനൊന്ന് പരിങ്ങി. ഒന്നും അറിയാൻ മേലാത്തതുപോലെ. എടി, നമ്മുടെ ഡോക്ടറെ, ഡോക്ടർ രാജഗോപാൽ. നീ ഉടനെ ഹോസ്പിറ്റലിലോട്ടൊന്ന് ചെല്ലേ. എന്തിന്? അതെനിക്കങ്ങനെ അറിയാം. രണ്ടുപേരും ഡോക്ടർമാരാകുമ്പോ തമ്മി എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും. രോഗത്തെ പറ്റി, രോഗികളെ പറ്റി. ഇതുപോലെ എനിക്കറിയാവും. ചെല്ലി അങ്ങനെയോടെ നിന്നെയും കാത്തിരിക്കുക. പിന്നെ ഞാനല്ല സൂചിപ്പിച്ച കാര്യത്തെ പറ്റിയും പുള്ളിക്കാരൻ വല്ലതും പറയാനുണ്ടെങ്കിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. നീ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. ചെല്ലേ, ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറിക്കാൻ മോളെ. ചെല്ലു മോളെ, ചെല്ല്. ഹലോ, ഇത് ഞാനാ, തമ്പി മുതലാളിയാ. അല്ലല്ല, നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ബന്ധമല്ലല്ലോ. അതെ, എന്റെ മോക്ക് ഉടനെ ഡോക്ടർ ഒന്ന് കാണണമെന്ന്. ഒന്നും അറിയാൻ മേലാത്ത പോലെ. രണ്ടുപേരും ഡോക്ടർമാരാകുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും. രോഗത്തെ പറ്റി, രോഗിയെ പറ്റി. ഇതുവല്ല എനിക്കറിയാവോ? ഇവിടെ ഇപ്പൊ പേഷ്യൻസിന്റെ തിരക്കാണ്. അവള് പുറപ്പെട്ട് കഴിഞ്ഞു. നെഞ്ചരിച്ചില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, എരിവും പുളിയും തൽക്കാലം ഒഴിവാക്ക്. എണ്ണയും അധികം വേണ്ട. 2 ദിവസം മരുന്ന് കഴിക്കും. എന്നിട്ടും നെഞ്ചരിച്ചിൽ മാറുന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ. ശരി, ചെന്നാട്ടെ. വരട്ടെ. ഓ, എന്തൊരു വിരോധാഭാസം. ഒരു നെഞ്ചരിച്ചിരികാരൻ മറ്റൊരു നെഞ്ചരിച്ചിരികാരനെ കാണാൻ വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? ജെലിയൂസിൽ സിറപ്പ് കൊടുത്താലോ? വേണ്ടല്ലേ? വേറെ ഏതെങ്കിലും മരുന്ന് ഉണ്ടോ? എനിക്കറിയില്ല. ഇനിയും ഇടം തടിച്ച് നിൽക്കല്ലേ നിർമ്മലേ. ഒരു സമ്മേളനത്തിനുള്ള അത്രയും രോഗികൾ പുറത്തു നിൽപ്പുണ്ട്. ഈ നശിച്ചോമാർക്ക് പോകാൻ വേറെ ഒരു ആശുപത്രിയില്ല എന്റെ ഈശ്വര. അവർക്ക് കൈപ്പുണ്യമുള്ള ഡോക്ടർ മതിയല്ലോ. നല്ല പെരുമാറ്റം, വിദഗ്ധ ചികിത്സ, തമാശയുടെ വീക്ക്നെസ് നല്ലതുപോലെയുള്ള ആളാണ് ഈശ്വരൻ എന്ന് തോന്നുന്നു. ആയിരിക്കാം. നിർമ്മല എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ആ എരപ്പാളി തമ്പിയുടെ മോളുണ്ടല്ലോ, ലണ്ടൻകാരി യപാർച്ചിയസ്, അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. അവള് വന്നു പോകുന്നവരെ ഒരാളെ ഇങ്ങോട്ട് കടത്തിവിടരുത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവൾക്ക് പിടികൊടുക്കരുതല്ലോ. പ്ലീസ് ഒന്ന് മാനേജ് ചെയ്യണം. അവള് വന്നെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ, ഡോക്ടർ രാജഗോപാൽ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, വരൂ. പുറത്ത് നല്ല ആൾക്കൂട്ടം ഉണ്ടല്ലോ. ഈ തിരക്കിനിടയിൽ സംസാരിക്കാൻ. എന്തൊക്കെയുണ്ട് വിശേഷം നിർമ്മലേ? ഇന്നലെ വന്നെന്നറിഞ്ഞു. കോഴ്സ് കഴിഞ്ഞല്ലേ? കഴിഞ്ഞോന്ന് പറയാം. സുഖാണോ? പരമസുഖം. ഞാനിപ്പോ ഡോക്ടറാ. ഈ ഡോക്ടർ എനിക്കിവിടെ ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഒട്ടുമിക്ക രോഗങ്ങളെ പറ്റിയും അതിനെ പറ്റിയ മരുന്നുകളെ പറ്റിയും നല്ലപോലെ പറഞ്ഞു തരുന്നുണ്ട്. Is it? He is really great. ഇന്നലെ സംസാരിച്ചപ്പോ എനിക്കത് ശരിക്കും ബോധ്യായി. അലോപ്പതി സൈക്കോളജി കമ്പൈൻ ചെയ്ത് ഒരു പ്രത്യേക രീതി തന്നെ ഡോക്ടർ കണ്ടെത്തിയിരിക്കല്ലേ? അതെ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ വരാം. എന്താണ് ഡോക്ടർക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? അല്ല, അച്ഛൻ പറഞ്ഞു. അതെ, അച്ഛൻ പറഞ്ഞു.
അല്ലല്ല, ഞാനാ പറഞ്ഞത്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ലണ്ടനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, FRCS അല്ലല്ല MRCP, ഓ ഒരു ഡോക്ടർ കൊച്ചിപ്പൻ. അവനെ പറ്റി ചോദിക്കാനായിരുന്നു. കണ്ടോ അവനെ? അവിടെ വെച്ച് കണ്ടോ? കൊച്ചിപ്പനോ? അതാരാ? അപ്പൊ കണ്ടില്ല. ഇതാണോ അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞത്? ഇത് ഫോണിൽ കൂടെ തന്നെ സംസാരിക്കായിരുന്നല്ലോ. ആകാമായിരുന്നു. അതോ വേറെ വല്ല സംസാരിക്കാനുള്ള മുഖവരിയാണോ ഇത്? എന്ത് മുഖവര? അച്ഛൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ തമ്മിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അത്രേ. ഞാനത് കേട്ട് ചിരിച്ചുപോയി. സ്വന്തം അച്ഛനെ പരിഹസിക്കാൻ പാടില്ലായിരിക്കാം. ബട്ട് ഈസ് റിയലി ഫണ്ണി. എങ്ങനെയുണ്ട് ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാൻ? എനിക്ക് മനസ്സിലായില്ല. ഞാനെന്താ അത്രയ്ക്ക് മോശമാണ്? ഇന്നലെയല്ലേ നമ്മൾ പരിചയപ്പെട്ടത്? അതുകൊണ്ട് ഒരു ദിവസത്തെ പരിചയം വെച്ചോണ്ട് ഓക്കെ ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാം എന്ന് പറയാനൊക്കുവോ? ശരിയാണ്, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഡോക്ടറോട് ബഹുമാനമുണ്ട്. എന്ന് വെച്ച് പരസ്പരം അറിയാതെയും മനസ്സിലാക്കാതെയും അതെന്തൊരു കല്യാണമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ ഡോക്ടർ. പക്ഷെ പ്രായപൂർത്തിയായ ഒരു മകളെ കുറിച്ചുള്ള അച്ഛനമ്മമാരുടെ വേവലാതി നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ല, നന്ദിനി പറഞ്ഞാണ് ശരി. ഒരു വിവാഹത്തിന്റെ കാര്യമാവുമ്പം എല്ലാം നന്ദിനിയുടെ ഇഷ്ടം. There you are. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവളിൽ എന്നിൽ നിന്ന് വന്ന പെണ്ണല്ലേ. നമ്മളെ പോലെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടോ? അവിടെയൊക്കെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മടിയിൽ കയറിയിരിക്കും, കവളത്തുന്നുള്ളും. അതൊക്കെ സർവ്വസാധാരണമല്ലേ. എങ്കിൽ അവളെന്താ എന്റെ മടി കയറിയിരിക്കാത്തത്, കവളത്ത് നുള്ളാത്തത്? എന്റെ കവളും മടി ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാണല്ലോ. അതേ, അവൾ അറിഞ്ഞു കാണത്തില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് കാണിക്കണമെന്ന് അവൾക്ക് കൂടെ തോന്നണ്ടേ? അതെന്താ തോന്നാത്തത്? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. എടാ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ പ്രമാണത്തിലൊപ്പിടെന്ന്. എടാ, ഈ സ്വത്ത് മുഴുവൻ അവിടെ വരുന്ന എഴുതി വെച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ കവളത്തുകൊണ്ടതല്ല, നിന്നെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചേനെ. ആ ഒപ്പിടാൻ നേരത്ത് പല്ല് ചലച്ചു, പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞ് നീ മടിച്ചതല്ലേ കുഴപ്പമായത്. ഒപ്പിട്ടാലെല്ലാം നേരെയാവുമെന്ന് അമ്മാവന് തോന്നുന്നു. എനിക്കുറപ്പാ. എങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞു. നേരോ? സാവിത്രി, എടി സാവിത്രി, ഇത് എപ്പോ ഒപ്പിട്ടു? നന്ദിനി ലണ്ടനിൽ നിന്ന് വന്നാണ്. ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിയില്ല. ആ നിലാവുള്ള രാത്രിയിലെ 3-ാം യാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ. അപ്പോൾ പല്ലികൾ ചിലച്ചിരുന്നില്ല, കാലൻ കോഴികൾ കൂവിയിരുന്നില്ല. സത്കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം. ഞാൻ പ്രമാണെടുത്ത് ഒപ്പിട്ടു. പക്ഷെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ ഒത്തില്ല. പലപ്പോഴും രാഹുകാലം, യമകണ്ഠകാലം തുടങ്ങിയ തടസ്സങ്ങൾ. സാവിത്രി, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്രമാണത്തിൽ മഹാദേവൻ ഒപ്പിട്ടിരിക്കുന്നു. മഹാദേവ, അത് വേണായിരുന്നോ? സാവിത്രി, ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പ് വെറുതെയായില്ല. ഇനി എത്രയും പെട്ടെന്ന് കല്യാണ തീയതി നിശ്ചയിക്കാം. അമ്മാവാ, അമ്മാവാ. സാർ, ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്താ എന്തിനുള്ള പുറപ്പാടാന്ന്? കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ കാവടി എടുത്ത് 51 വീട് കയറി തെണ്ടിക്കോളാമെന്ന് നേർച്ചയുണ്ടായിരുന്നേ. കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ? അത് അതൊക്കെ ഉണ്ടോ. താൻ വൈകാതെ ഡ്യൂട്ടിക്ക് പോ. ഹര ഹര ഹരോ ഹര. ഹര ഹര ഹരോ ഹര ഹര ഹരോ ഹര. ഹര ഹരോ ഹര ഹരോ ഹര ഹരോ ഹര ഹരോ. അമ്മാവാ, അയ്യോ, നീയായിരുന്നോ? എനിക്ക് നിലക്കണ്ട് മനസ്സിലായില്ല. എന്താണ് ഈ വേഷത്തിൽ? ഞാനുമായി കല്യാണം തീരുമാനിക്കാൻ പോകുന്ന നന്ദിനി അവന്റെ കൂടെ ആ ഡോക്ടറുടെ കൂടെ അയച്ചത് വല്ലവരും കണ്ടാ എന്ത് വിചാരിക്കും? ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും ഒന്നും വിചാരിക്കാനില്ല. കല്യാണം തീരുമാനിച്ചവന്റെ കൂടെ തന്നെ അവളെ വിട്ടു. ഞാൻ അവളോടാകുന്നതും പറഞ്ഞു നോക്കിയടാ മഹാദേവ. എന്ത് ചെയ്യാം? അവക്ക് നിന്നെ വേണ്ടെന്ന്. ഡോക്ടറെ അവൾക്ക് ഇഷ്ടപ്പെട്ടു പോയത്രേ. ഞാൻ അവളെ തല്ലി. നീ ഒപ്പിട്ട പ്രമാണം കാണിച്ചു കൊടുത്തു. അവൾ എന്ത് ചെയ്തെന്നോ
ആ പ്രമാണം എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുക ദേവന്റെ സ്വത്ത് എനിക്ക് വേണം, പക്ഷെ എന്റെ ഭർത്താവ് ഡോക്ടറായിരിക്കുമെന്ന്. അത് കേട്ട് എന്റെ നെഞ്ച് തകർന്നു പോയടാ. ഇനിയിപ്പോ ഒരു രക്ഷയില്ല. എനിക്ക് കൂടുതലും പറയാൻ പറ്റുമോ? ലണ്ടനിൽ പഠിച്ച പെണ്ണല്ലേ? സാരമില്ലടാ, നമുക്ക് വേറെ കേട്ടാം. ഇവള് മാത്രമല്ലല്ലോ നാട്ടിലൊരു പെണ്ണ്. ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് നല്ല കിളി കിളി പോലത്തെ ഒരു പെണ്ണിനെ അമ്മാവൻ ഏർപ്പാടാക്കി തരും. ആ സത്യം. എന്താ? എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നിട്ടും ഡോക്ടർക്ക് ഞാൻ ദ്രോഹം വല്ലതും ചെയ്തു. എന്താ അങ്ങനെ ചോദിക്കാൻ? നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഈ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടുമല്ലോ. ഒരേ ഒരു നന്ദിനിയെ മാത്രം എനിക്ക് വിട്ടു തന്നൂടെ? ഓ അതാണോ? ഞാനിപ്പോ കുറച്ച് ബിസിയാ. കുറച്ച് മെഡിക്കൽ ബുള്ളറ്റിനുകൾ റെഫർ ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. ഛേ, എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ ചെല്ല്, നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. എനിക്കിപ്പോ സംസാരിക്കണം. ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. അത്ര ഡോക്ടർ, ഡോക്ടർ പ്ലീസ്, ഡോക്ടർ വാതിൽ തുറക്കേ. ഡോക്ടർ, ഡോക്ടർ വാതിൽ തുറക്കാൻ പറയുന്നത്. അത്ഭുതപ്പെടാനില്ല. ഒരു കാല് കാണാനുണ്ട്. പെട്ടെന്ന് ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ സൂര്യനെ മറയ്ക്കും പോലെ കർമ്മദോഷത്തിന്റെ ഫലമായിട്ട് വിഘ്നങ്ങൾ ഉണ്ടായേ തീരൂ. കുംഭരാശിക്കാർക്ക് അനുകൂല കാലമാണെന്ന് കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞിരുന്നു. പെട്ടെന്നാണല്ലോ ധനുവും രാഹുവും ദിശ മാറിയത്. മാത്രവുമല്ല 3 സബ്ജാതങ്ങളുമായിട്ടാണ് മത്സരം. എന്തെങ്കിലും പ്രതിവിധി? സോമനാഥ ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി നോക്കാവുന്നതാണ്. സോമനാഥ ക്ഷേത്രം എന്ന് വെച്ചാൽ അങ്ങ് ഗുജറാത്തിലോ? അതെ. അവിടം വരെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എല്ലാം കഴിയും. കഴിഞ്ഞേക്കാം. മറ്റൊരു പ്രതിവിധിയുമില്ല. ഇഷ്ടപ്പെടുന്നവർ തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എനിക്കാണ് ഇഷ്ടം, അവനാണ് തടസ്സം നിൽക്കുന്നത്. എല്ലാ കാര്യവും ഇന്ന് വരെ ഇവിടെ ചോദിച്ചിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു ആപൽഘട്ടം വന്നപ്പോ എന്നെ ഇങ്ങനെ കൈയൊഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, നമുക്ക് എന്നെ പറ്റിക്കായിരുന്നു. അതെ, എന്തിനും പരിഹാരം ഉണ്ടാക്കാം. ഒന്നും പറയണ്ട. ജപ്പാനിൽ കൊണ്ടുവന്ന പാൽനുര പാൽക്കുഴമ്പ് എന്നിവ ഉള്ളം കയ്യിലിട്ട് ചലച്ചുണ്ടാക്കിയ ഈ മരുന്ന് നിങ്ങളെ ചൂട്ടുവരെ കൊണ്ട് തോണ്ടിയെടുത്ത് അണ്ണാക്കിട്ട് ഒരു 3 കറക്ക് ടപ്ലിയു 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 എന്ന് സ്വരം കേട്ടാൽ സംശയിക്കേണ്ട സുഹൃത്തെ നിങ്ങളുടെ രോഗം നിശ്ചയിച്ചം മാറി. നോക്കണേ സാർ, ഇതുപോലെ എന്റെ കയ്യിലിരിക്കുന്ന കട്ടുമ്പനെ ആനയാക്കാമാനെ പൂനയാക്കാം പൂനെ ചേനയാക്കാം. ഇത് മായമല്ല, ജാലമല്ല, മരുന്നിന്റെ മാറ്റൊരു ശക്തി മാത്രമാണ്. ആലപ്പിയടി മാലി കൊണ്ടോട്ട് കൊല്ലേണ്ടെന്ന് വിദേശരാജ്ഞ ചുറ്റിച്ചടിച്ചാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ പറയുമ്പോ കളിയാണ് പൊളിയാണ് ചതിയാന്ന് അറിയില്ല സുഹൃത്തേക്കില്ല. പാറയിൽ മിളിയാ തെറിക്കുക, വെള്ളത്തിൽ മിളിയാ നുരവങ്ങുക, ചില മൂത്രം. നീ നാവാട്, ഞാൻ മൂത്രം വെച്ചിട്ട് ഇപ്പൊ വരാം. നോക്കണേ സാർ, ഇതിൽ മായമില്ല, മന്ത്രമില്ല, ജാലമില്ല. ആലപ്പി അടിമാലി കൊണ്ടോട്ട് തൊഴിലാളികൾ കൊണ്ടുവന്ന ഒറ്റമൂലി കരടെടുത്ത് പിഴിഞ്ഞ് നീരെടുത്ത് അതിന് സത്യം ഉണ്ടാക്കി എനിക്കിനി ഒന്നും നോക്കാനില്ല. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും. നീ കൊണ്ടുവന്ന ഡോക്ടർ എന്റെ ജീവിതം തൊലച്ചടാ, അറിയാവോ? എന്നെ ഒന്നും ചെയ്യരുത്. അവനൊരു വ്യാജ ഡോക്ടറാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത്? അറിഞ്ഞപ്പോ അവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, അറിയാത്ത പണി ചെയ്ത് മനുഷ്യനെ കൊല്ലരുതെന്ന്. കേട്ടില്ല. എന്താ ഉണ്ടായത്? ആ വ്യാജനെ പോലീസ് പിടിച്ചോ? വ്യാജൻ? അത് ശരി. ഇന്നത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞോ ഡോക്ടർ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഇവിടെ അസൗകര്യങ്ങൾ വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, മനസ്സിലായി മനസ്സിലായി. നന്ദിനിയും ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ തടസ്സമാകുമോ എന്നുള്ള സംശയം അല്ലേ? ഇനി ആ സംശയം വേണ്ട. നന്ദിനിയെ ഡോക്ടർ തന്നെ വിവാഹം കഴിക്കണം. പിന്നീടാ ഞാൻ ആലോചിച്ചത്,
ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ലണ്ടനിൽ പഠിച്ച വനിതാ ഡോക്ടറും മണിപ്പാലിൽ പഠിച്ച പുരുഷ ഡോക്ടറും. നിങ്ങൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാണ്. ഈ കല്യാണം നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ ക്ഷേത്രം മതിയോ അതോ കല്യാണ മണ്ഡപം വേണോ? കല്യാണത്തിന്റെ അന്ന് ഈ നാടൊന്ന് ഇളകി മറിയണം. അത് ഞാൻ ഇളക്കി തരാം. ഡോക്ടർ വിഷമിക്കേണ്ടി വരില്ല. പിന്നെ ചില അവകാശങ്ങളൊക്കെ ഞാൻ എടുക്കും. ഉദാഹരണത്തിന് കല്യാണത്തിന്റെ അന്ന് ഡോക്ടറെ കൊടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങും. ഡോക്ടർ എന്ത് പറയുന്നു? അത് ദേ എതിര് പറയരുത്, എനിക്ക് സങ്കടം വരും. ഒരു ഫോട്ടോ ഉണ്ടോ കയ്യില്? ഏ ഫോട്ടോ ഡോക്ടറുടെ പത്രത്തിൽ കൊടുക്കാനാ. ഡോക്ടറുടെയും നന്ദിനിയുടെയും ഒരു അടിക്കുറിപ്പ് ഉണ്ടാവും. ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ നന്ദിനി. ഇവർ ചിലപ്പോൾ അടുത്ത ആഴ്ച വിവാഹിതരായേക്കും. അങ്ങനെ കൊടുക്കാൻ എന്താ? വിവാഹിതരായേക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വിവാഹം കഴിഞ്ഞിട്ട് വിവാഹിതരായി എന്ന് പറഞ്ഞു കൊടുത്താ പോരെ. അതിൽ പുതുമയില്ല. വിവാഹിതരായേക്കും എന്ന് പത്രത്തിൽ കൊടുക്കുന്നതാണ് പുതുമ. ഫോട്ടോതാ ഫോട്ടോതാ ഏ ഫോട്ടോതാ ഫോട്ടോ ഒന്നും ഇല്ല. ഫോട്ടോതാ. എന്തായി സാവിത്രി? എന്ത് ആ, നന്ദിനോട് നീ സംസാരിച്ചില്ലേ? സംസാരിച്ചല്ലോ. എന്നിട്ട് അവക്ക് ഏതോ ലൈബ്രറിയിൽ പോണോത്രേ. പിന്നെ ഏതോ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ കാസറ്റ് കൊടുക്കണമെന്ന്. കാസറ്റോ? ഛേ, അതല്ല ഞാൻ ചോദിച്ചത്. ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യത്തെ പറ്റി സംസാരിച്ചില്ലേന്ന്. ഇല്ല. സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പൂവ് പക്ഷെ സംസാരിക്കണമെന്ന് എനിക്കൂടെ തോന്നണ്ടേ? ആ, ഒരു പാവം ചെറുക്കന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് പറഞ്ഞ പോലെ അവനെ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തിനാ കാണുന്നത്? ഈ വീടിന്റെ അവകാശം കൂടി നിങ്ങൾ എഴുതി വാങ്ങിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ മുൻകൈ എടുത്തിട്ടാണ് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതെങ്ങാനും അവനോട് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ, ഈ മാധവൻ തമ്പിയുടെ തലസുരമം നീ കണ്ടിട്ടില്ല. ഓ, ഞാൻ ഒരുപാട് കണ്ടതാ. ആ കണ്ടതുപോലെ ഇനി നീ കാണാൻ പോകുന്നത്. എന്ത് കുന്തോ ആയാലും നന്ദിനി അത്ര പെട്ടെന്ന് ഒരു കല്യാണത്തിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ കാര്യം ഞാൻ നോക്കിക്കോളാം.